മാസ്ക് മാറ്റിക്കോ. ചൂടുണ്ടാ? കഷ്ടപ്പാടല്ലേ? ഹോട്ടൽ ടാസ്കിലെ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും 3 പേരുടെ പേരുകൾ. ഒന്ന് അനീഷ്, ഒന്ന് ഷാനവാസ്, പിന്നെ ഒന്ന് സാബുമാൻ. ഇവര് 3 പേരുമാണ് ഈ ഹോട്ടൽ ടാസ്കിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് എന്ന് നിസ്സംശയം പറയാം. സാബുമാൻ ആ വെയിലത്ത് നിന്നുകൊണ്ടാണ് അത്രയും നേരം, ആ 2 ദിവസം അത്രയും കഷ്ടപ്പെട്ടത്. സാബുമാൻ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് വീട്ടിൽ എത്തിയിട്ട് പ്രത്യേകിച്ച് ഒരു ഗെയിമും നിലവിലെ സാഹചര്യത്തിൽ കളിച്ചിട്ടില്ല. പക്ഷെ ഈ ഹോട്ടൽ ടാസ്ക് മൂലം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഒരു വ്യക്തിയായിരിക്കും സാബുമാൻ എന്ന് പറയുന്നത്. അവിടെ പുറത്ത് വെറുതെ നോക്കുതിയായിട്ട് വെയിലത്ത് മാസ്കും വെച്ച് നിൽക്കുക എന്നൊരു കാര്യമാണ് ബിഗ് ബോസ് അവിടെ പറഞ്ഞിരുന്നത്. പക്ഷെ ആ നിൽപ്പ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു ടാസ്ക് ആയിരുന്നില്ല. നമുക്കറിയാം, ഭക്ഷണം പോലും കഴിക്കാനായിട്ട് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മറ്റാണ് ബിഗ് ബോസ് കൊടുത്തത്. അതിനുള്ളിൽ ഭക്ഷണം കഴിക്കണം, ഫുൾ ടൈം അവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഉള്ളില് അതായത് ബിഗ് ബോസ് വീടിന്റെ ഉള്ളില് എല്ലാവരും ചേർന്ന് ഭയങ്കരമായിട്ട് അത് ആഘോഷിക്കുകയും ഗെയിം കളിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് സാബുമാൻ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു നെവിൻ അങ്ങോട്ട് വന്നിട്ട് മാസ്ക് മാറ്റുന്ന സമയത്ത് അവിടെ സാബുമാൻ കരയുന്നുണ്ടായിരുന്നു. അത് നമുക്കത് കൃത്യമായിട്ട് എടുത്തു കാണിച്ചില്ല. എന്നിരുന്നാൽ പോലും സാബുമാൻ കരയാണ് എന്ന് തോന്നി. അത് ചിലപ്പോൾ ഉഷ്ണിച്ചിട്ട് നന്നായി വിയർത്തു കുളിക്കുന്നുണ്ടായിരുന്നു, അതുമായിരിക്കാം. പിന്നെ നമ്മളിപ്പോൾ ഈ കണ്ട വീഡിയോ, അനുമോള് വന്നിട്ട് ആ ഭക്ഷണം കൊടുക്കുന്ന ആ വീഡിയോ, ആ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ, ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് പേർക്ക് സിമ്പതി തോന്നി സാബുമാൻ്റെ അടുത്ത്. ആ സിമ്പതി വോട്ടായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാബുമാൻ ഈ ആഴ്ച പുറത്തു പോകുന്ന ആരും വിചാരിക്കേണ്ട. മിക്കതും പുറത്തു പോകാനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നു രനാ ഫാത്തിമയ്ക്കായിരിക്കാം കൂടുതൽ ചാൻസ്. അത് കഴിഞ്ഞാൽ പിന്നെ ബിന്നി ഇവർക്കൊക്കെ ആയിരിക്കാം. ഇനി അപ്രതീക്ഷിതമായി എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ സംഭവിച്ച് മറ്റു വല്ലവരും പുറത്തു പോകുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അവിടെ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത 3 പേരെ കുറിച്ചാണ്. അതുപോലെ തന്നെ ഈ 3 പേരോടും ഏറ്റവും കൂടുതൽ സിമ്പതി കാണിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് അതും അനുമോള് തന്നെയാണ്. ഇപ്പൊ സാബുമാനെ ഈ ഫുഡ് കൊണ്ടു കൊടുത്തിട്ട് അവിടെ സംസാരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അനുമോളുടെ ആ വാക്കുകളിലുണ്ട് ആ വിഷമവും ആ ഒരു കൊടുക്കുന്നതിന്റെ സ്നേഹവും. അതുപോലെ തന്നെ അനീഷും ഷാനവാസും അവരെ എല്ലാവരും വീട്ടിലുള്ളവരെ ഒറ്റപ്പെടുത്തിയ സമയത്ത് എല്ലാവരും ഷാനവാസിനെ ഇട്ട് ചോറിഞ്ഞ് എല്ലാവരും കൂടി ഗ്രൂപ്പ് അറ്റാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് ആകെ ഒരാൾ മാത്രമാണ് കൂടെ നിന്നത്. അത് അനുമോള് മാത്രമാണ്. യൂണിഫോം മാറിയിട്ട് നിങ്ങൾ ജോലിക്ക് കയറിയാൽ മതി, അതാണ് ന്യായമെന്ന് അവിടെ സംസാരിച്ച ഏക വ്യക്തി എന്ന് പറയുന്നത് അത് അനുമോളായിരുന്നു. അത് മാത്രമല്ല, അവിടെ ക്യാപ്റ്റൻസി നോമിനേഷൻ വരുന്ന സമയത്തും അവിടെ അനുമോള് ഷാനവാസിന്റെ പേര് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ആ കൂട്ടത്തിൽ അവിടെ മൊത്തത്തിൽ വ്യത്യസ്തയായി നിന്നൊരു വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് അനുമോളാണെന്ന്. പക്ഷേ എല്ലാവർക്കും അനുമോളെ ടാർഗറ്റ് ചെയ്യാനാണ് അവിടെ ഇഷ്ടം. ആദില കൂടെ നടന്നിട്ട് അവിടെ ഒറ്റ കൊടുക്കുകയാണ് ചെയ്തത്. ആദില എന്ന് പറയുന്ന വ്യക്തി അനുമോളുടെ അത്രയും ക്ലോസ് ആയിട്ട് നടക്കുമ്പോഴും നമുക്കറിയാം കുറച്ചൊക്കെ അവിടെ കയറി അനുമോൾക്കിട്ട് പണിയുന്നുണ്ടെന്നറിയാം. പക്ഷേ ഈ വീക്കെൻഡ് എപ്പിസോഡ് വരുന്ന സമയത്ത് അവിടെ ആദിലയ്ക്ക് വോട്ട് കുറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഈ ഹോട്ടൽ ടാസ്കിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ച മത്സരാർത്ഥികളിൽ ഒരാളാണ് ആദില എന്നുള്ളത് ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു പ്രേക്ഷകരിൽ ഒട്ടുമിക്ക പേര് പറയുന്നത് ആദിലയുടെ ഈ ഒരു വെറുപ്പിക്കുന്ന ഈ ഗെയിം തന്നെയായിരിക്കും. ഇന്നിപ്പോൾ ഗെയിം കണ്ട സമയത്ത് എനിക്ക് അത്രയ്ക്ക് വെറുപ്പ് തോന്നിപ്പോയി ആദിലയുടെ അടുത്ത്. എന്ത് വൃത്തികെട്ട ഗെയിമാണ് ആദില അവിടെ കളിച്ചത്. ഒരു റിയാസ് എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് അവിടെ കുറച്ചങ്ങോട്ട് ഓതി കൊടുത്ത സമയത്ത് ആദില എന്ന് പറയുന്ന വ്യക്തി മുഴുവനായിട്ട് അങ്ങ് മാറി. പിന്നെ അങ്ങ് അഹങ്കാരം തലയിൽ കയറ്റി വെച്ചിട്ട് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഒരു എത്തുപിടുത്തില്ല. വേസ്റ്റ് മുഴുവൻ അവിടെ റിയാസ് വലിച്ചു വാരിയിട്ടിട്ട് ഷാനവാസ് അത് അടിച്ചു കൂട്ടിയത് വീണ്ടും ചൂല് കൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്ന ആദിലനെ കാണാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ പ്രൊവോക്ക് ചെയ്ത് മോശപ്പെട്ട വാക്കുകൾ ഷാനവാസ് പറയുന്നു എന്നിട്ട് അതിലും മോശമായിട്ട് ഷാനവാസിന്റെ അടുത്ത് സംസാരിച്ചൊരു വ്യക്തിയാണ് ആദില. അത്രയ്ക്കും പ്രേക്ഷകരെ വെറുപ്പിക്കുന്നതിന്റെ പീക്ക് ലെവലിൽ വെറുപ്പിച്ചിട്ടുണ്ട് ആദില എന്നാണ് എനിക്ക് തോന്നിയത്. അവിടെ നൂറതിൽ ഒന്നും പെട്ടിരുന്നില്ല. പക്ഷേ നൂറ ഇനി ഈ പറയുന്ന റിയാസിന്റെ ഗെയിമിൽ വീണിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. റിയാസിന്റെ ഗെയിം അല്ല, റിയാസ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളിൽ എന്തായാലും ആദില അതിൽ വീണു. ആദില പക്ക നെഗറ്റീവായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി 100 കൂടി അതിൽ വീണ് കഴിഞ്ഞാൽ 2 പേര് തീർന്നു. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ആദില നൂറ ടോപ്പ് 5 വരാൻ ചാൻസ് ഉള്ള മത്സരാർത്ഥികളാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും ഒരാളെങ്കിലും വരുന്നുള്ളത് എപ്പോഴും പറയുന്ന കാര്യമാണ്. എന്താ വെച്ചാൽ അത്രയും പ്രേക്ഷക സപ്പോർട്ട് ആദിലേക്ക് നൂറയ്ക്കുണ്ടായിരുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് ആ പ്രേക്ഷക സപ്പോർട്ട് മുഴുവൻ ഇല്ലാണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഇല്ലാണ്ടായി. ആദില തീർന്ന് റിയാസ് കൊന്നേ ഞാൻ പറയുള്ളൂ. അതാണ് റിയാസ് അവിടെ വന്ന് സംസാരിക്കുമ്പോഴേക്കും ആദിലയുടേതായ ഗെയിം മൊത്തം അങ്ങ് മാറ്റി പിടിച്ചു, വെറുപ്പിച്ചു കൊന്നു. അവിടെ നെവിന്റെ വിഷയം വന്ന സമയത്ത് നെവിനെ അവിടേക്ക് പൊതുവായിട്ട് വലിച്ചിട്ട് നോമിനേറ്റ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ആദിലയാണ്. അവിടെ ഒരിക്കലും ഷാനവാസ് അല്ല അത് ചെയ്തത്. ഷാനവാസ് അത് ഒരു പൊതുവിഷയമായിട്ട് അവിടെ അവതരിപ്പിക്കാനായിട്ട് ഷാനവാസ് ആഗ്രഹിച്ചിരുന്നില്ല. എന്നിട്ട് ഈ
ഇപ്പോ വന്ന സമയത്ത് ആദിൽ അതിൽ നിന്ന് കാല് മാറിയിട്ട് ഷാനവാസിന്റെ തലയിലേക്ക് അത് വെച്ചു കൊടുത്ത് നല്ല കുട്ടിയായിട്ട് അവിടെ ചമയുന്നുണ്ടായിരുന്നു. അത് ബിന്നിക്ക് മനസ്സിലായിട്ടുണ്ട്. ബിന്നി പറയുന്നുണ്ട് കുത്തിത്തിരിപ്പ് നടത്തിയത് ആദിലയാണ്, ഞാൻ എപ്പോഴെങ്കിലും അവസരം കിട്ടുന്ന സമയത്ത് കൊത്തും എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ആദില അവിടെ നമ്മുടെ ഷാനവാസിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ കുന്തളിപ്പെന്ന്. പ്രേക്ഷകരായി ഞങ്ങൾ പറയുന്നു ആദിലയുടെ കുന്തളിപ്പെന്ന്. പിന്നെ ക്യാരക്ടർലെസ് ആയിട്ടുള്ള വ്യക്തിയാണ് ഷാനവാസ് എന്ന് അവിടെ പറയുന്നുണ്ടായിരുന്നു. പ്രേക്ഷകർ പറയുന്നു ആദിലയാണ് ക്യാരക്ടർലെസ് എന്ന് വെച്ചാൽ പ്രേക്ഷകർക്ക് തോന്നിയത് അതാണ് ആദില. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ ജിസേൽ ഉണ്ടല്ലോ, ആ വീട്ടിൽ എന്ത് പണിയാണ് ചെയ്തത്? അല്ല ഞാനൊന്നും കണ്ടില്ല. ഈ തോക്കും പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു നടക്കുന്നതായിരുന്നോ ജിസേലിന്റെ ഗെയിം എന്ന് പറയുന്നത്? അത് നന്നായിട്ട് കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് 4 സ്റ്റാറാണ് ജിസേലിന് അവിടെ കൊടുത്തത്. എന്തിനാണ് ജിസേലിന് സ്റ്റാർ കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. എന്തിനു കൊടുത്തു എന്നുള്ളത്. എന്നിട്ട് എല്ലാവരും ജിസേല് എന്ന് വിളിച്ചിട്ട് അവിടെ സ്റ്റാർ കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ തോക്കും പിടിച്ചിട്ട് ഇതിങ്ങനെ കാണിച്ചു നടക്കുന്നത്. അവിടെ അതുപോലെ പണിയെടുത്ത ആൾക്കാർ വേറെ ഉണ്ട്. ഏറ്റവും കൂടുതൽ പണിയെടുത്ത് ഞാൻ പറഞ്ഞില്ല ഇവര് 3 പേരാണ്. അതിനുശേഷം അവിടെ ബാത്റൂം ഡ്യൂട്ടി ചെയ്തിരുന്നത് അഭിലാഷും നൂറയാണ്. പിന്നെ കിച്ചൺ ഡ്യൂട്ടി ചെയ്തിരുന്നവര് ബാക്കിയുള്ള കുറെ എണ്ണം മാനേജറായിട്ട് അനുമോൾ അവിടെ നടക്കുന്ന അനുമോളെ കൊണ്ട് ആദില കുറെ തവണ കാല് പിടിപ്പിച്ചിട്ടുണ്ട്. അനുമോൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ആദില അതുപോലെ അവളെ അനുമോളെ പ്രൊവോക്ക് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അനുമോള്. പക്ഷെ അനുമോള് ഭയങ്കര കൺട്രോൾഡ് ആയിട്ട് അതിൽ നിന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ അക്ബർ, റെന ഫാത്തിമ ഇവരൊക്കെ അവിടെ എന്താ ചെയ്തതെന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വെറുതെ ഗസ്റ്റുകളെ സുഖിപ്പിച്ച് നടക്കുന്നതോ. റെന ഫാത്തിമനെ ജയിലിലേക്ക് അവർ നോമിനേറ്റ് ചെയ്തു, പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഷാനവാസിന്റെ അടുത്ത് ഷാനവാസ് അത് ചെയ്യും ഇത് ചെയ്യുന്നു പറഞ്ഞിട്ട് അവിടെ റെന ഫാത്തിമ നടക്കുന്നുണ്ട്. അല്ല ഈ കൊച്ചു എന്ത് എന്തെങ്കിലും ഒരു പണി എടുക്കണ്ടേ? അവിടെ കിച്ചണിൽ പണിയെടുക്കുന്നത് കണ്ടിട്ടില്ല. വേറെ ഒരു പണിയും ആ കൊച്ചെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ പണിയെടുക്കുന്നവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ പറയുന്ന ജിസേല് അവിടെ ആകപ്പാടുകൂടി പറഞ്ഞു ഞാൻ ആലു പൊറോട്ട ഉണ്ടാക്കി കൊടുത്തു ഗസ്റ്റിനെ അത്ര. അതായിരുന്നു ജിസേലിന്റെ ആകപ്പാടുകൂടിയുള്ള പണി. പിന്നെ ഈ തോക്കും പിടിച്ച് നടക്കുക. എന്നിട്ട് സ്റ്റാറും കൊടുത്തിട്ട് ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാനുള്ള അവസരം. ബിഗ് ബോസേ കൊള്ളാം. അല്ല ബിഗ് ബോസിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിൽ വന്ന ഗസ്റ്റുകളും അതുപോലെ തന്നെ അവിടെയുള്ള മത്സരാർത്ഥികളെയും പറഞ്ഞിട്ട് കാര്യമുള്ളൂ. പണിയെടുത്തവർക്ക് കുറ്റവും അവർക്ക് ഒന്നുമില്ല. അവരിൽ നിന്ന് സ്റ്റാർ തിരിച്ചു വാങ്ങണം. അവരിൽ നിന്ന് സ്റ്റാർ തിരിച്ചു വാങ്ങണം. എന്നിട്ട് ജിസേലിനെ എല്ലാം കൂടി അങ്ങോട്ട് ഉണ്ടാക്കണം എന്നായിരുന്നു എല്ലാത്തിന്റെയും വിചാരം. എന്തായാലും ബിഗ് ബോസ് എന്തോ അതിന് സമ്മതിച്ചില്ല. സ്റ്റാർ തിരിച്ചു വാങ്ങാനായിട്ട് സമ്മതിച്ചില്ല. പക്ഷെ ഷാനവാസിന് 4 സ്റ്റാർ ഉണ്ടെങ്കിൽ പോലും അതുകൊണ്ട് ഉപകാരം ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. ഇനിയിപ്പോ ഉപകാരം ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. പിന്നെ ഈ റിയാസ് എന്തിനാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ബിഗ് ബോസ് ഗസ്റ്റ് ഒക്കെ ആയിട്ട് വിളിച്ചു. അവിടെ വന്നിട്ട് ഗസ്റ്റിന്റേതായ ഒരു റോളൊന്നല്ല റിയാസ് അവിടെ ചെയ്തത്. ഏതാണ്ട് പക വെച്ച് പുലർത്തുന്ന പോലെയാണ് റിയാസ് അവിടെ ഗെയിം കളിച്ചത്. പക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നെവിനെ വേണ്ടിയിട്ട് പകരം വീട്ടുന്ന ഒരാളെന്ന രീതിയിലാണ് അവിടെ റിയാസ് ഷാനവാസിന്റെ അടുത്ത് പെരുമാറുന്നുണ്ടായിരുന്നത്. എന്തായാലും ഷാനവാസ് ഒട്ടും വിട്ടുകൊടുത്തിട്ടില്ല. ഷാനവാസ് അങ്ങ് അടിച്ച് തരിപ്പണാക്കിയിട്ട് തന്നെയാണ് റിയാസിനെ അവിടെ നിന്ന് വിട്ടിട്ടുള്ളത്. പക്ഷേ ഈ റിയാസ് വന്നതുകൊണ്ട് അവിടെ ബിഗ് ബോസ് വീട്ടിൽ ഒന്നുമല്ലാതായി തീർന്ന മത്സരാർത്ഥികൾ ഒന്ന് ആദിലയാണെന്ന് ഞാൻ പറഞ്ഞു, മറ്റൊന്ന് നെവിനാണെന്ന് ഞാൻ പറയും. നെവിനെ ഒരുപാട് പേര് ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിന്റെ ഗെയിം വളരെ നല്ല ഗെയിമാണ്, അല്ലെങ്കിൽ ഭയങ്കര എന്റർടൈനർ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് നെവിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേര് ആ എന്റർടൈൻമെന്റ് കണ്ടിട്ട് നെവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി ആ വീട്ടിലെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും നെഗറ്റീവായി നിൽക്കുന്ന മത്സരാർത്ഥി നെവിനാണ്. ഷാനവാസുമായിട്ടുണ്ടായ വിഷയത്തിൽ ഇതിൽ കുറച്ചു പേരെങ്കിലും നെവിന്റെ കൂടെ നിൽക്കുന്നുണ്ടായിരിക്കും. ഷാനവാസ് എന്തിനിപ്പോ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു ബിഗ് ബോസ് പോലുള്ള ഒരു വീട്ടില് ഷാനവാസിന്റെ അടുത്ത് നെവിൻ അങ്ങനെ പെരുമാറിയിട്ടുണ്ടാവില്ല, ഷാനവാസിന്റെ തെറ്റിദ്ധാരണയായിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് നെവിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ നോക്കിയെടുത്തോളം നെവിനെ ഇപ്പൊ പക്ക നെഗറ്റീവാണ്. എന്ന് വെച്ചാൽ ഈ മോഷണവും തീറ്റയും അല്ലാതെ നെവിനോട് ഒരു കണ്ടന്റ് ഇല്ല. പിന്നെ ഇപ്പൊ റിയാസ് വന്ന സമയത്ത് അതിന്റെ ഒപ്പം റിയാസിന്റെ ഒപ്പം നിന്ന് പ്രൊവോക്ക് ചെയ്ത് വെറുപ്പിച്ച് അവിടെ പ്രൊവോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമം ലെവലിൽ നിന്ന് പ്രൊവോക്ക് ചെയ്ത് ഇതാക്കി. ഇപ്പോ ഇന്നത്തെ ഒരു ഒറ്റ ഹോട്ടൽ അല്ലെങ്കിൽ വേണ്ട ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയണ്ട, ഹോട്ടൽ ടാസ്ക് എന്ന് പറയുന്ന ടാസ്ക് കൊണ്ട് ഗുണമുണ്ടായിട്ടുള്ള മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് ഷാനവാസും അനീഷുമാണ്. ഈ ഹോട്ടൽ ടാസ്ക് കൊണ്ട് അത്രയും പ്ലസ് പോയിന്റ് ആണ് ഷാനവാസിനെ അനീഷിന് ഉണ്ടായിട്ടുള്ളത്. ഷാനവാസ് കുറച്ച് ദിവസങ്ങളായിട്ട് ഒന്ന് ബാക്കോട്ട് പോയിട്ട് ഒന്ന് ഇത്തിരി വീക്കായിരുന്നു. ആ വീക്ക്നെസ് ഒക്കെ മാറിക്കൊണ്ട് ഷാനവാസിന്റെ ഒരു ഗംഭീര തിരിച്ചുവരവാണ് ഈ ഹോട്ടൽ ടാസ്ക് എന്ന് ഞാൻ പറയുള്ളൂ. അതുപോലെ തന്നെ അനീഷിന്റെയും അനുമോളുടെ കണ്ടന്റ് അവർ കുറെ മുക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അനുമോൾക്കും അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഈ 3 പേരാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഇത്തിരിയെങ്കിലും പോസിറ്റീവായി നിൽക്കുന്ന മത്സരാർത്ഥികൾ. ബാക്കി എല്ലാവരും ഇപ്പൊ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നു അവർക്കൊക്കെ സപ്പോർട്ടേഴ്സ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ 3 പേരുടെ താഴത്തേക്ക് ബാക്കിയുള്ളവർ മുഴുവൻ വരുള്ളൂ.
അനീഷിന്റെ പ്രവോക്കിംഗ് ഗെയിമിൽ വീണൊരു വ്യക്തിയാണ് റിയാസ്. അനീഷോട് അതുപോലെ പ്രവോക്ക് ചെയ്തപ്പോൾ റിയാസ് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് നന്നായി പണിയെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ സ്റ്റാർ തരാനുള്ള മുഴുവൻ അർഹതയുണ്ട്, പക്ഷെ ഞാൻ തരില്ല എന്ന്. ആ ഒരു ഒറ്റ വാചകത്തിൽ റിയാസ് തീർന്ന്. റിയാസിന്റെ ആ പാർഷ്യാലിറ്റി അല്ലെങ്കിൽ ആ ഇഷ്ടപ്പെട്ടവരെ മാത്രം ചേർത്ത് പിടിച്ച് നിർത്തുന്ന ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് ഈ പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇതോടുകൂടി റിയാസിന്റെ വരവും ബിഗ് ബോസിൽ തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മൂന്നാമത്തെ തവണയാണ് റിയാസ് വന്നത്. പക്ഷേ ഭയങ്കരമായിട്ട് വെറുപ്പിച്ചിട്ടാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് റിയാസ് ഇറങ്ങിയിട്ടുള്ളത്. സാധാരണ റിയാസ് വരുമ്പോൾ കുറെ പേര് പറയും ഗെയിം ചേഞ്ചർ വന്നു, ഗെയിം ചേഞ്ചർ വന്നു എന്ന്. പക്ഷെ എന്ത് ഗെയിം ചേഞ്ചർ ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഷാനവാസ് കാണിച്ച പോലെ തന്നെയാണ് എനിക്കും കാണിക്കാൻ തോന്നുന്നത്. ഒരു ഗെയിം ചേഞ്ചർ ആയിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. അവിടെ സീസൺ 4 വന്ന സമയത്ത് റോബിന്റെ അടുത്ത് കിടന്ന് കുറെ പ്രൊവോക്ക് ചെയ്തു എന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എല്ലാവരും ഉപദേശിക്കാനായിട്ട് അങ്ങോട്ട് നടക്കും, എന്നാൽ സ്വയം നന്നാവോ അതിട്ടില്ലേന്. ആ ഉപദേശം കേട്ടിട്ട് ബാക്കിയുള്ളവർ നന്നാവണമെന്ന് പിടിവാശിയും, ഞാനാണ് വലിയ സംഭവമാണ്, ഞാൻ വലിയ സംഭവം, എന്നെ എല്ലാവരും അനുസരിക്കണം എന്നൊരു കാര്യം. ഇതാണ് അവിടെ റിയാസിന്റെ ഗെയിം എന്ന് പറയുന്നത്. ആ ഗെയിമും വെച്ചുകൊണ്ട് ബിഗ് ബോസിൽ വന്നിട്ട് ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. അവിടെ ബിഗ് ബോസ് പിടിച്ചു നിർത്തിയത്, അതായത് റിയാസിനെ പുറത്താക്കാതെ ഫിനാലയെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ് സീസൺ 4. ഇപ്പൊ ഇതിലൊക്കെ റിയാസിനെ വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മത്സരാർത്ഥികളുടെ ഊക്ക് വാങ്ങാനാണെന്ന് തോന്നുന്നു. എന്തായാലും മത്സരാർത്ഥികളുടെ ഊക്ക് വാങ്ങിയിട്ട് ഇന്ന് നാണം കെട്ടിട്ടുള്ള ഒരു പടിയിറക്കാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്.